മനുഷ്യനെ ഈ ലോകത്ത് വന്നത് ഹിദായത്തിന് വേണ്ടിയാ. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഹിദായത്തിന് വേണ്ടിയാണ്. അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകട്ടെ. അല്ലാഹു ഹിദായത്ത് നൽകട്ടെ. ഒരു ദിവസം 17 തവണ, ഇന്ന് സുബഹിക്ക് 2 തവണ നിർബന്ധമായി പറഞ്ഞിട്ടല്ലേ എങ്ങോട്ട് വന്നത്? എന്ത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പിന്നെ സുന്നത്തായത് വേറെയും, തറാവീഹ് വേറെയും, റവാത്തിബ് വേറെയും, വിത്ർ മുത്തലഖ് വേറെയും, ഇഷ്ടം പോലെ. എന്താ പ്രധാനമായി പറയുന്ന പ്രാർത്ഥന? ഒരു ദിവസം പ്രധാനമായി ഏറ്റവും കൂടുതൽ പറയുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനന്റെ ഉത്തരം നമുക്ക് കിട്ടിയോ നമ്മൾ പരിശോധിക്കണം. അതെങ്ങനെ പരിശോധിക്കുക? ഹബീബായ നബി പറഞ്ഞു, അല്ലിനാബതു ഇലാ ദാരിൽ ഖുലൂദ്. ഈ ലോകത്തിന് പോകുമെന്നുള്ള, ഇവിടുന്ന് പരിശുദ്ധമായ ശാശ്വതമായ ജീവിതത്തിലേക്കുള്ള മടക്കബോധം സദാ ഉണ്ടാവുക. 1, അത് കൽബിലുണ്ടോ? ഹിദായത്തുണ്ടാവും ആ കൽബിന്. 1. 2, പിന്നെയോ? പിന്നെ വത്തജാഫി അൻ ദാരിൽ ഖുറൂർ. ഈ വഞ്ചനയുടെ ലോകത്ത് നിന്ന് പരമാവധി വിട്ടു നിൽക്കേണ്ടി വരുമെന്ന ചിന്തയുണ്ടാവുക. ഏത് കാണുമ്പോഴും എനിക്ക് ഇവിടുന്ന് പോവേണ്ടി വരുമല്ലോ എന്ന് ചിന്തിക്കുക. ഹബീബായ റസൂലുള്ളാഹിനോട് ഒരു സ്വഹാബി എന്ന് ചോദിച്ചു, നബിയെ അമലൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു ഇഖ്ലാസ് വേണ്ടത്ര അങ്ങോട്ട് ഉണ്ടാവണില്ല, ഒരു ഇഖ്ലാസ് ഉറപ്പ് കിട്ടുന്നില്ല. ഹബീബായ നബി പറഞ്ഞു, വഅമൽ യാ ആഖിറതിക കഅന്നക തമൂതു ഗദാ. നാളെ രാവിലെ മരിക്കുമെന്ന് ചിന്തിച്ചാൽ ആരാധിക്കുക. ഇന്നിപ്പോ നമ്മൾ ളുഹർ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ ചിന്തിക്ക, ഇത് മിക്കവാറും എന്റെ അവസാനത്തെ ളുഹറാവും എങ്കിൽ ആ ളുഹർ ഇഖ്ലാസിന്റെ ളുഹറാവും. അസ്ർ നിസ്കരിക്കുമ്പോഴും അങ്ങനെ തന്നെ പറയാ, തറാവീഹ് നിസ്കരിക്കുമ്പോഴും അങ്ങനെ തന്നെ പറയാ, ഇതിന്റെ അവസാനത്തെ തറാവീഹ. മിക്കവാറും നാളെ തറാവീഹ് ഉണ്ടാവില്ല, നാട്ടുകാർക്ക് ഉണ്ടാവും, എനിക്കുണ്ടാവില്ല, ഇതിന്റെ അവസാനത്തെ തറാവീഹാവും എന്ന്. അന്ന് തറാവീഹ് മുടങ്ങൂല്ല, അന്ന് ദുആന് ഉറങ്ങില്ല. അന്ന് നവൈത്ത് സൗമഗദീൻ പറയുമ്പോ, നവൈത്തും പറഞ്ഞേക്ക്, നവൈത്ത് സൗമഗദീൻ അതായി, അതൊക്കെ ഒരു അന്തം വിട്ട കേൾവിയാ ഓരോരുത്തരെ കേൾക്കുക. കാരണം പിന്നെ അന്തം ഉണ്ടാവില്ല. കാരണം അതിന് മാത്രം ഈ പൊരിച്ചത് മുഴുവനും കേറ്റും നോമ്പ് തുറക്കുന്ന നേരത്തെ. പിന്നെ ഒരു തരം മന്ദപ്പിലാണ് തറാവി നിസ്കരിക്കുക. തറാവിയൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ പോകുമ്പോഴാണ് ആ കഴിഞ്ഞോ എന്നൊരു തോന്നുള്ളൂ. ഇതൊന്നുണ്ടാവില്ല. നാളെ രാവിലെ എന്റെ മയ്യത്ത് എടുക്കും എന്നാണ് ചിന്തിക്കുക. നാളെ രാവിലെ എന്റെ മയ്യത്ത് എടുക്കുന്ന ദിവസമാണ് എന്നാലോചിക്കുക. അങ്ങനെ ഉണ്ടായാൽ അതാണ് അമലിന്റെ ഇഖ്ലാസിന് കാരണമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ 3ാമത്തെ കാര്യം, വൽ ഇസ്തിഅദാദു ലിൽ മൗതി ഖബ്ല ലിഖാഇൽ മൗതി. മരിക്കുന്നതിന് മുമ്പ്, മരണം വരുന്നതിന് മുമ്പ് തന്നെ മരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുക. ഈ 3 കാര്യം ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് ഹിദായത്ത് ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് പറയും ഏതൊക്കെ? ഒന്ന് പരലോകത്തേക്കുള്ള മടക്കബോധമുണ്ടാവുക. 2, ഈ ലോകത്തിന്റെ വഞ്ചന വീട്ടിൽ നിന്ന് വിട്ടുപോകണമെന്ന ബോധമുണ്ടാവുക. 3ാമത്തേത്, മരിക്കാനുള്ള ഒരുക്ക് സാമാനം എപ്പോഴും ശ്രദ്ധിക്കുക. ഏത് കാര്യത്തിൽ നമ്മൾ ഇന്ന് വണ്ടി ഇങ്ങോട്ട് കയറി വരാൻ ഒരുക്ക് സാമാനം ഒരുക്കും, വണ്ടിയിൽ എണ്ണുണ്ടോ നോക്കും. എപ്പോഴും സദാസമയം പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മാ മൻ ഖാഫ മഖാമ റബ്ബി വനഹ النفس عن الهوى فإن الجنة هي المأوى. ഒരു ഹദീസ് പറയാം. അനസിൻ ഖാല ഖാല റസൂലുള്ളാഹി. ശരിക്കണം കേട്ടോ, ഈ ഹദീസ് ശ്രദ്ധിച്ചോളൂ. ഈ ഹദീസിൽ വലിയൊരു കാര്യമുണ്ട്. ഹബീബായ റസൂൽ പറയാ, അനസ് റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ടർ. ഹബീബായ നബി പറയാണ്, കഫാ ബിൽ മൗതി വാഇലാ. ഒരാൾക്ക് വായിലായി ആര് മതി? മരണചിന്ത. പിന്നെ വേറൊരു വയലന്റെ ആവശ്യമില്ല. ഏത് സമയം വയലനായിട്ട് മനസ്സിലൊരു വയലൻ. വയലുല്ലാഹി ഫീ ഖൽബി കുല്ലി മുഅ്മിനിൻ. ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിലും ഒരു വായലിനെ വെച്ചിട്ടുണ്ട്. മൈക്കല്ല, ഇതൊന്നുമില്ല, അങ്ങനത്തെ സാധനമൊന്നുമില്ല, ഒരു വായലുണ്ട്. എന്താണ് ആ വായൽ പറയുന്നത്?
നിനക്കിവിടുന്ന് പോകേണ്ടതാണ്, നിനക്കിവിടുന്ന് വിട പറയേണ്ടതാണ് എന്ന കൽബിലൊരു വായലുണ്ട്. ആ വായലിനെ ശ്രദ്ധിച്ചാൽ തന്നെ വേറൊരു വായലിന്റെ ആവശ്യമില്ല. ഏറ്റവും വലിയ വായൽ കൽബിന്റെ ഉള്ളിലുള്ള വായല. ആ കൽബിനുള്ള വായൽ മരണം എന്ന ബോധം നൽകണം. അല്ലാഹു നമുക്ക് തരട്ടെ. ഹബീബായ നബിയോട് അപ്പോൾ ചോദിക്കപ്പെട്ടു, കേട്ടോളൂ, പ്രധാനപ്പെട്ട ഹദീസാണ്, കേട്ടോളൂ. ഖീല യാ റസൂലല്ലാഹ് ഹൽ യുഹ്ശറു അഹദുൻ മഅശ്ശുഹദാ, ഷഹീദന്മാരെ കൂട്ടത്തിൽ നിർത്തപ്പെടുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? മനസ്സിലാക്കണം, മഹ്ശറയിൽ ഷഹീദന്മാർക്ക് വേറെ സ്ഥലമുണ്ട്, അവിടെയാണ് അല്ലാഹുവിന് വേണ്ടി വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാ. അല്ലാഹുവിന്റെ മാർഗത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രത്യേക സ്ഥാനം ഉണ്ടാവും. അല്ലാഹു അവരെ കൂടെ ഹയാത്താകാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു അവരെ കൂടെ ഹയാത്താകാൻ തൗഫീഖ് ചെയ്യട്ടെ. ശ്രദ്ധിക്ക്, ഹബീബായ നബിയോട് ചോദിക്കപ്പെട്ടു, നബിയെ, പുണ്യ നബിയെ, മഹ്ശറിൽ ശുഹദാക്കളോട് കൂടെ നിർത്തപ്പെടുന്ന, ശുഹദാക്കളുടെ സ്ഥാനത്തിലും പദവിയിലും നിർത്തപ്പെടുന്ന ആരെങ്കിലും ഉണ്ടാകുമോ? ഫഖാല റസൂലുള്ളാഹി, ഉടനെ ഹബീബായ നബി പറഞ്ഞു, മയ്യദ്കുറുൽ മൗത ഫിൽ യൗമി വൽ ലൈല 20 മറ. ശ്രദ്ധിക്കണം കേട്ടോ, ഈ ഹദീസ് ശ്രദ്ധിക്കണേ. ഒരു ദിവസം ചുരുങ്ങിയത് 20 തവണയെങ്കിലും ഞാൻ മരിക്കും എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ശുഹദാക്കളുടെ സ്ഥാനത്ത് അവരെയും നിർത്തപ്പെടുമെന്ന് പുണ്യനബി ശ്രദ്ധിക്കണം കേട്ടോ. ഇത് മറക്കരുത്. ഒരു ദിവസം ചുരുങ്ങിയത് 20 വട്ടെങ്കിലും എനിക്ക് മരിക്കണല്ലോ. പിന്നെ അവന്റെ അടുത്ത് തെറ്റുണ്ടാവില്ല, അതാ കാരണം. പിന്നെ അവൻ മരിക്കണമല്ലോ എന്നുള്ള ചിന്ത ഉണ്ടായാൽ പിന്നെ അവന്റെ കയ്യിൽ നിന്ന് തെറ്റുണ്ടാവില്ല. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. മരണത്തെ പേടിക്കാത്തവരുണ്ടായിട്ടില്ല. യഹ്യായിൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വകാന ദാവൂദ് അലൈഹിസ്സലാം ഇദാ ദുകിറൽ മൗതു യബ്കി. ലോകത്തിന് ഏറ്റവും വലിയ മാതൃകയാണ് സയ്യിദുനാ ദാവൂദ്. എന്താ ദാവൂദ് നബി തസ്ബീഹ് ചെല്ലുമ്പോൾ യുസബ്ബിഹ്നാ വത്വയർ, അവിടെയുള്ള മലകളും ചെടികളും പർവ്വതങ്ങളും, അത് മാത്രമല്ല പക്ഷികൾ വരെ തസ്ബീഹ് ചൊല്ലിയിരുന്ന മഹാനാണ് സയ്യിദുനാ ദാവൂദ്. അത്രയും വലിയ മഹാനാ സയ്യിദുനാ ദാവൂദ്. ലോകം കണ്ട ഏറ്റവും വലിയ ആരാധനയുടെ ആളാ സയ്യിദുനാ ദാവൂദ്. ഈ സയ്യിദുനാ ദാവൂദ് വരെ ഇദാ ദുകിറൽ മൗതു യബ്കി, മരണം എന്ന് പറയുമ്പോഴത്തിന് കരയുമായിരുന്നു സയ്യിദുനാ ദാവൂദ്. നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ, അപ്പൊ പിന്നെ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? മരണം എന്ന് പറയുമ്പോൾ കരയും സയ്യിദുനാ ദാവൂദ്. നോക്കൂ, ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, യഹ്യയിൽ ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട്, കേട്ടോളൂ ചെറുപ്പക്കാരെ, മാ റഅയ്തു ആഖിലൻ ഖത്തു ഇല്ലാ അസബ്തുഹു മിനൽ മൗതി ഹദ്റൻ വഅലൈഹി ഹസീനാ. മരണത്തെ കുറിച്ച് പറയുമ്പോൾ പേടിക്കാത്ത ഒരു ബുദ്ധിമാനെയും ഞാൻ കണ്ടിട്ടേ ഇല്ല. അതിന് മനസ്സിലാക്കാം, മരണത്തിന് പേടി ചിന്തയില്ലാത്തവൻ ആരല്ല? ബുദ്ധിമാനല്ല. അതാണ് ബുദ്ധി ഏറ്റവും വലിയത്. ബഹുമാനപ്പെട്ട പ്രഗൽഭ സൂഫിയായ യഹ്യയിൽ ഗസ്സാലി ഇമാം പറയാണ്, റഹ്മത്തുള്ള പറയല്ല, ഗസ്സാലി ഇമാം യഹ്യയിൽ പറയുകയാണ്, മഹാനായ റബീഅ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു ഹഫറ ഖബറൻ ഫീ ദാരിഹി, തന്റെ വീട്ടുവളപ്പിൽ ഒരു ഖബർ കുഴിച്ചു വെച്ചിരുന്നു. വകാന യനാമു ഫീഹി കുല്ല യൗമിൻ മറാത്ത്, എന്നിട്ട് എല്ലാ ദിവസവും കുറെ വട്ടം അതിലൊന്ന് ഇറങ്ങി കിടക്കും, അതിൽ കിടന്നൊന്ന് ഉറങ്ങും. പ്രഗൽഭ സൂഫിയാണ് റബീഅ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു. ചിന്തിക്കണം, അതിൽ കിടക്കും, സ്വന്തം ഖബറുണ്ടാക്കിയിട്ട്. വേറെ കുറെ ആൾ കണ്ടിട്ടുണ്ട്. ഈ കാളികാവ് എടുത്തിട്ടുണ്ടായിരുന്നു ആലസ മുസ്ലിയാർ എന്ന ഒരാള്. ആ പള്ളിയിൽ ഞാൻ ഓതിയിട്ടുണ്ട്. ഖബർ കുഴിച്ചു വെച്ചിരുന്നു. ഖബർ കുഴിച്ചു വെച്ചിട്ട് ഖബറിന്റെ അടുത്ത് വന്നിട്ട് ദുആ ചെയ്യും. ഞാൻ കണ്ടിട്ടുണ്ട്. മഹാനായിരുന്നു, വലിയ സൂഫിയായിരുന്നു. അല്ലാഹു തആല അവരോട് കൂടെ നമ്മളെ ജന്നാത്തുൻ നഈമിലേക്ക് ചേർക്കട്ടെ. ആലിം, വലിയ സയ്യിദും വലിയ സൂഫിയും വലിയ മുദരിസുമായിരുന്നു, വലിയ ആലിമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഞാൻ ആ പള്ളിയിൽ അന്ന് ദർസിൽ ഓതുന്നുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ ഖബർ കുഴിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഖബറിങ്ങൽ വന്നിട്ട് ദുആ ചെയ്യും. ആരാ ഖബറിങ്ങൽ?
നിങ്ങൾ പാറ മനുഷ്യ സ്വന്തം കബർ. എന്നിട്ട് അവിടെ കുറെ നേരം ഇരിക്കും എന്റെ കബറിന്റെ അടുത്ത്. നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം, ഈ പറഞ്ഞത് മുഴുവനും. ഇതൊക്കെ ആലോചിക്ക്, ഇതിനൊക്കെ നമുക്ക് പാഠല്ലേ? ഇതായിരെ ബഹുമാനപ്പെട്ട റബീഅ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്തിരുന്നു. വയഖൂലു, ബഹുമാനപ്പെട്ടവര് പറഞ്ഞിരുന്നു, ലൗ ഫാറഖതു അനിൽ ദിക്രിൽ മൗതി ലഫസതു. മരണചിന്ത എപ്പോഴും എനിക്ക് നഷ്ടപ്പെട്ട ഞാൻ നാശാവെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ. നോക്കൂ, നിങ്ങൾ ചിന്തിക്കണം. ആര്? ലോക പ്രശസ്ത പണ്ഡിതനും സൂഫിയുമായ മഹാനായ റബീഅ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തലാ റസൂലുള്ളാഹി, ഹബീബായ നബി ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി ഒരിക്കൽ ജനങ്ങളെ അരികിലേക്ക് വന്നു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, അമാ തസ്തഹിയൂന മിനല്ലാഹ്, മനുഷ്യന്മാരെ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ല മനുഷ്യന്മാരെ എന്ന് ചോദിച്ചു. ആളുകൾ നബിയോട് ചോദിച്ചു, നബിയെ എന്തിന്റെ കാര്യത്തിലാ ഞങ്ങൾ ലജ്ജിക്കേണ്ടത്? പുണ്യ നബി പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് കൂട്ടി വലിച്ചു കൂട്ടി വെക്കുകയാണ്. ഇമാം മുസ്ലിം ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്ന് കാര്യമാണ് നിന്റേത്. നീ കൊടുക്കുകയും നീ അക്കൗണ്ട് ആക്കി വെക്കുകയും ചെയ്ത് നിന്റേതാണ്. അതല്ലാത്ത മുഴുവനും നഷ്ടപ്പെട്ടു പോകാനുള്ളതാ, ജനങ്ങൾ കൊണ്ടുപോകുന്നതാണ്, എന്റേതല്ല. അതിന് അവകാശം വേറെ വരും. നീ ഇരുന്ന ആ തിരിഞ്ഞ കസാരയിൽ പുതിയ ആളിരിക്കും. മരിച്ചിട്ട് പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ബാപ്പ മടങ്ങിയ മക്കൾ ആ കസേര കൊടുത്തോളണം എന്നില്ല. കാരണം അപ്പോഴത്തേനും അവർ കസേര കയറിയിട്ടുണ്ടാവും. ബാപ്പാനെ ഒന്ന് ഹയാത്താക്കി ഒരു ഈസ നബിയെ കിട്ടിയെന്ന് വെക്കൂ. ബാപ്പനെ ഹയാത്താക്കിയപ്പോഴത്തേന് ഇവർ പ്രശ്നങ്ങളെല്ലാം ഓരോരുത്തരും തെങ്ങുന്തോട്ടവും കടയും ബിൽഡിങ്ങും പിന്നെ കമ്പനിയൊക്കെ ഓരോരുത്തർക്ക് ഓരി വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഒരു ഈസ നബിയെ കിട്ടിയെന്ന് വെക്കൂ. ബാപ്പാനെ ഹയാത്താക്കിയാൽ തന്നെ ഇത് ബാപ്പയല്ല ആദ്യം പറയുന്നത്. നാട്ടുകാരൊക്കെ വേണമെങ്കിൽ പറയാ, നമ്മളാ പിന്നെ അൽബി കുട്ടിയാജി മടങ്ങി വന്നല്ലോ, അവറാനാജി മടങ്ങി വന്നല്ലോ, മരിച്ചെന്ന് മടങ്ങി വന്നല്ലോ. എന്നാൽ ആര് പറയൂല അത് ഡ്യൂപ്ലിക്കേറ്റാണ്, ഒരാളെ പോലെ 6 ആളുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് അയാളല്ല, അത് ഞങ്ങളെ വാപ്പല്ല, അത് വേറെ ആളെന്ന് പറയും. അതാണ് അതൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ളതെല്ലാം നിന്റേത് ഇത് മാത്രമാകുന്നു. അതുകൊണ്ട് നിനക്ക് നേടാൻ നിന്റെ കാര്യത്തിൽ നീ അശ്രദ്ധനായിട്ട് ജനങ്ങളെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കരുത് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് വളരെ ചിന്തിക്കണം. പ്രഗൽഭ മഹാനായ ഇസ്ലാമിന്റെ 5ാമത്തെ ഖിലാഫത്തുർ റാഷിദയുടെ ആളായിരുന്നുവല്ലോ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. وكان عمر بن عبد العزيز يجمع العلماء فيتذاكرون الموت والقيامة والآخرة كل يوم فيبكون حتى كان بين أيديهم جنازة. عمر بن عبد العزيز رضي الله عنه ദർബാറിൽ എല്ലാ ദിവസവും വഅദ് നടന്നിരുന്നു. എന്തായിരിക്കും വഅദ്? ഫയതദാക്കറൂനൽ മൗത വൽ ഖിയാമ, മരണം ഖിയാമത്ത് നാൾ എന്ന വിഷയമൊക്കെ അവർ ചർച്ച ചെയ്യും. ഫയബ്കൂന, എന്നിട്ട് അവര് കരയും. ദർബാർ എന്ന് പറയാൻ അത്ര വലിയ കൊട്ടാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ വീട്ടിൽ പാർത്ത ലോകം കണ്ട ഭരണാധികാരികളിൽ ഉന്നതനാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഫയബ്കൂന, എന്നിട്ട് അവര് കരയും. അവരെ മുന്നിൽ ഒരു ജനാസ ഉള്ളത് പോലെ അവരിരുന്ന് കരയുമായിരുന്നു. ആരെ? മഹാനായ പ്രഗൽഭ ഭരണാധികാരിയായ ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഹബീബായ നബിയുടെ സദസ്സിൽ പറയപ്പെട്ടു, റജുലുൻ, ഒരാളെ കുറിച്ച്, ഒരാളെ സംസാരം, അയാളെ പ്രസംഗം, ഒരാൾ നല്ല സംസാരിക്കും, അയാളെ അടുത്തിരുന്നാല് നല്ല മനുഷ്യനാണ്, നല്ല ഒരാളുണ്ട്, നല്ല സംസാരാണ്, ഞങ്ങൾ അയാളെ വാക്കുകൾ കേട്ടിരിക്കാറുണ്ട് എന്ന് സ്വഹാബികൾ ഒരിക്കൽ നബിയോട് പറഞ്ഞു. ഒരാളെ പറ്റി മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ചിന്തിക്കണം.
കുറച്ച് ആളുകൾ നബിയുടെ അരികിൽ വന്നു പറഞ്ഞു, ഇന്നാലിനൊരാളുണ്ട്, അയാളെ സംസാരം നല്ല സംസാരമാണ്, നല്ല വാക്കാണ്, ഞങ്ങൾ അയാൾ കേട്ടിരിക്കും, ഞങ്ങൾ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിരിക്കാറുണ്ട് എന്നിങ്ങനെ പറഞ്ഞു ഹബീബായ നബിയോട്. അയാളെ പറ്റി അവരിങ്ങനെ മദ്ഹ് ചെയ്തു. അപ്പൊ നബി അതൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു കുറെ നേരം. അപ്പോൾ നബി ചോദിച്ചു, കൈഫ ദിക്റുഹു ലിൽ മൗതീൻ. എല്ലാം കഴിഞ്ഞിട്ട് ചോദിച്ചു, നബി ചോദിച്ചു, അയാൾ മരിക്കണ കാര്യം വല്ലതും പറയാറുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാലുല്ല, മരിക്കണ വിഷയമൊന്നും പറയാറില്ല, നല്ല നല്ല സംസാരമൊക്കെ ഉണ്ടാവാറുണ്ട്, മരിക്കണ കാര്യമൊന്നും പറയാറില്ല. അപ്പോൾ പറഞ്ഞു, ഫലൈസ ഹുവ കമാ തഖൂലുൻ, പിന്നെ അത്ര പുകയത്തന്റെ കാര്യമൊന്നും അയാളിലില്ല. അത് വയറല്ല, അത് ഉപദേശമല്ല. ഒരു ഉപദേശമാകണമെങ്കിൽ ആ ഉപദേശത്തിൽ അതുകൊണ്ടാണ് പഴയ കാലത്ത് വെള്ളമായിരുന്നത്. കാരണം അവർ മരണത്തിനെ പറ്റി പറയാം. അങ്ങനെ കരയും ആളുകൾ. ദിവസങ്ങളോളം 10-40 ദിവസമൊക്കെ ഉണ്ടാകുമായിരുന്നു. കൂടുതലും സംസാരിച്ചിരുന്നത് മരണത്തിനെ പറ്റിയായിരുന്നു. പറയുന്നവരും കരയും, കേൾക്കുന്നവരും കരയും. ബഹുമാനപ്പെട്ട ബഗ്ദാദിൽ ഗൗസുൽ ആലം എല്ലാ വ്യാഴാഴ്ചയും വഅ്ള് പറഞ്ഞിരുന്നു. ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി എല്ലാ വ്യാഴാഴ്ചയും വഅ്ള് പറഞ്ഞു. നൂറുകണക്കിന് ആളുകൾ ബോധരഹിതരായി വീഴാത്ത ഒരു വഅ്ള് ബഹുമാനപ്പെട്ടവര് പറഞ്ഞിട്ടില്ല. വയറു കഴിയുമ്പോഴത്തിന് ബോധം കിട്ടും ഇങ്ങനെ വീഴും ആളുകൾ. എന്തുകൊണ്ട്? പറയുന്നത് പേടിക്കപ്പെടേണ്ട കാര്യം, പറയുന്നവർക്ക് പേടി, കേൾക്കുന്നവർക്കും പേടി. ഇത് നിങ്ങൾ ചിന്തിക്കണം, വളരെ ഗൗരവമായി ആലോചിക്കണം. അല്ലാഹു നാഫിയായ തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, മൻ അക്സറ മിൻ ദിക്രിൽ മൗതി ഉക്രിമ ബി സലാസതി അശിയാ. പുണ്യ നബി പറഞ്ഞു, ഇമാം ഖുർത്തുബി തന്റെ തദ്കിറത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം അബൂ നുഐം തന്റെ ഹില്യത്തിൽ രേഖപ്പെടുത്തിയ പ്രഗൽഭ ഹദീസ്. ഹബീബായ റസൂലുള്ളാഹി ശരിക്ക് ഹബീബായ നബി പറഞ്ഞു, മൻ അക്സറ മിൻ ദിക്രിൽ മൗതി ഉക്രിമ ബി സലാസതി അശിയാ. ഒരാൾ മരണചിന്ത ഉള്ളവനാണെങ്കിൽ 3 നേട്ടങ്ങൾ അയാൾക്ക് ഉണ്ടാകും. ഒന്ന്, കേട്ടോളൂ, ശ്രദ്ധിച്ചോളൂ. ഒന്ന്, തഅജീലു തൗബ. എപ്പോഴും പെട്ടെന്ന് തൗബ ചെയ്യണമല്ലോ എന്ന് തോന്നും എപ്പോഴും. അതാണ് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. മരണചിന്ത ഉണ്ടായാൽ സുബഹിന്റെ മുമ്പ് എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് ഖൗഫൻ വതമആ യദ്ഊന റബ്ബഹും, പേടിച്ചിട്ട് റബ്ബിനോട് ദുആ ചെയ്യും. അപ്പൊ ഒന്ന് തൗബയല്ല, തഅജീലു തൗബ. എത്രയും പെട്ടെന്ന് തൗബ ചെയ്യണം എന്നുള്ള തോന്നലുണ്ടാവും. ആ തൗബ അധികരിപ്പിക്കും. പിന്നെ രണ്ടാമത്തെ ഖനാഅത്തുൽ ഖൽബി. ഇവിടെ കിട്ടിയതൊക്കെ മതിയായി തോന്നും, ഖനാഅത്ത്. മറ്റേ ദുന്യാവിന്റെ കാര്യമാവുമ്പോ ഇവിടെ കിട്ടിയത് ഇൽമിന്റെ ബാപ്പയായ മഖ്ദൂം തങ്ങൾ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതാ. ഇൽമിന്റെ ബാപ്പ ബഹുമാനപ്പെട്ടവരാ, മഖ്ദൂം തങ്ങളാ. നമ്മളെ മലബാറികളെ ഇൽമിന്റെ ബാപ്പ ബഹുമാനപ്പെട്ടവരാ റളിയല്ലാഹു അൻഹു. അവർക്കാണ് പറയേ റളിയല്ലാഹു അൻഹു. ഓരോരുത്തർക്കും നിങ്ങളൊരു പ്രധാനപ്പെട്ട സ്ഥലത്ത് ചെന്നോ, ആ ഒരു പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടി ചെന്നപ്പോ ഒരു ലേശം ഒരു ചായന്റെ ഒരു ബാക്കിയെ നിങ്ങൾക്ക് കിട്ടിയ, ഭക്ഷണം ഒന്നും കിട്ടിയില്ല. ഒരു മഹാനായ ശൈഖിനെ കാണാൻ, ഒരു ഉന്നതനായ സാലിനെ കാണാൻ പോയി. അദ്ദേഹത്തിന് ചിരിച്ചിട്ട് അദ്ദേഹം അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ദുആ ചെയ്തു, എനിക്ക് വേണ്ടി ദുആ ഇറക്കണം നിങ്ങോട്ടും പറഞ്ഞു. ആ സാലിനെ കണ്ടാൽ തന്നെ മനസ്സ് നിറയും. കാരണം നിങ്ങൾ അതിനല്ല പോയത്, നിങ്ങളുടെ ലക്ഷ്യം അതല്ല, പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതാണ്. ഇതുപോലെയാണ് ഒരു മനുഷ്യന്റെ പ്രധാന ലക്ഷ്യം മരണമായാൽ ഇവിടെ എന്ത് കിട്ടിയാലും ഖനാഅത്ത് ഉണ്ടാവും, മതിയാവും, അൽഹംദുലില്ലാഹ് എന്ന് തോന്നും. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഒരു മനുഷ്യന് തന്റെ ഹയാത്തിനെ കുറിച്ച് ഇളയുണ്ടായാൽ അത് ഈമാന്റെ അടയാളമാകുന്നു. കിട്ടിയതിനെ കുറിച്ച് ഒരു പൊരുത്തണ്ടാവുക, അൽഹംദുലില്ലാഹ് എന്ന് പറയാം. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. മൂന്നാമത്തേത് നശാത്തുൽ ഇബാദ. ആരാധനക്കൊരു ഉന്മേഷവും ഉണ്ടാവും. ഒരാൾക്ക് മരണചിന്തയുണ്ടായാൽ 3 കാര്യം ഉണ്ടാവും. ഒന്ന് തഅജീലുൽ തൗബ, 2 ഖനാഅത്തുൽ ഖൽബി, 3 നശാത്തുൽ ഇബാദ. ആരാധനക്ക് ഉന്മേഷം ഉണ്ടാവും. ഇങ്ങനെ കോട്ടുവായിട്ട് ആരാധിക്കേണ്ടി വരില്ല.
നല്ല ഉന്മേഷത്തിൽ ആരാധിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒമൻ നസിയൽ മൗത, ഒരാള് മരണബോധമില്ല, മരണത്തിനെ മറന്നുപോയ ആളാണെങ്കിൽ ദുനിയാവിൽ തന്നെ മൂന്ന് തിന്മകളും ശിക്ഷകളുമാക്കി ലോകത്ത് ലഭിക്കും. ഏതൊക്കെയാ മൂന്ന് തിന്മകൾ, മൂന്ന് ശിക്ഷകൾ? ഒന്ന് തസ്വീഫ് തൗബ, തൗബ തസ്വീഫ് ചെയ്യും. സൗഫ നാളെ ആക്കാം. ഹബീബായ നബി പറഞ്ഞത് ഹലക്കൽ മുസവ്വിഫൂന, നാളെയാക്കാമെന്ന് പറഞ്ഞവരൊക്കെ നശിച്ചു പോയി. ഖാല റസൂലുള്ളാഹി, തൗബ നാളെയാക്കാമെന്ന് പറഞ്ഞവരൊക്കെ നശിച്ചിട്ടുണ്ട് എന്ന് പുണ്യ നബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ രണ്ടാമത്തരോ തർക്കുൽ റിളാ ബിൽ കിഫാഫി, കിട്ടിയത് കൊണ്ട് മതിയായില്ലാന്ന് തോന്നും. മൂന്നാമത്തെ വത്തകാസുൽ ഫിൽ ഇബാദ, ആരാധനയിൽ മടിയും തോന്നും. ഇത് മരണത്തെ മറന്ന ആളുകളുടെ സ്വഭാവമാണെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ അന്നംറാതൻ ശക്കത്തില ആയിഷ, ഒരു സ്ത്രീ വന്നിട്ട് ആയിഷ ബീവിയോട് ഖസാവത ഖൽബിഹാ, എന്റെ ഹൃദയം കടുത്തു പോയിട്ടുണ്ട്, ഹൃദയത്തിൽ ഒരു വയല് കേട്ടിട്ടൊന്നും ഒരു റാഹത്ത് ഉണ്ടാവണില്ല എന്ന് ആയിഷ ബീവിയോട് വന്ന് പറഞ്ഞു. ഫഖാലത്, ആയിഷ ബീവി പറഞ്ഞു, അക്സരി മിൻ ദിക്രിൽ മൗതി, മരണത്തിന്റെ പരമാവധി പെരുപ്പിക്കുക, എന്നാൽ യരിഖു ഖൽബക, അത് നിന്റെ ഹൃദയത്തെ നിർമ്മലമാക്കുമെന്ന് ആയിഷ ബീവി ഫത്വ കൊടുത്തു. ഫഫഅലത്, അങ്ങനെ അവർ ചെയ്തപ്പോൾ ഫദാലിക റഖ ഖൽബഹ, ഹൃദയം നിർമ്മലമാവുകയും ചെയ്തു. ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, വളരെ ഗൗരവമായി ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിപ്രധാനമായ ഊന്നി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ഹദീസ്, മൻ കരിഹ ലിഖാ അല്ലാഹി കരിഹല്ലാഹു ലിഖാഅഹു, ഒരാൾ അല്ലാഹനെ കാണുന്ന അയാൾക്ക് വെറുപ്പാണെങ്കിൽ അല്ലാഹ് അയാളെ കാണണം വെറുപ്പാവും. അപ്പൊ അയാൾ അല്ലാഹനെ കാണാൻ കൊതിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എപ്പോഴും അയാൾക്ക് ബോധമുണ്ടാവും, എനിക്ക് എപ്പോഴാണ് അവ അല്ലാഹനെ കാണേണ്ടി വരിക. എല്ലാവരും ഇരുന്ന് കരഞ്ഞു. ബിലാൽ മരിച്ചപ്പോൾ റളിയല്ലാഹു അൻഹു എല്ലാവരും കരയാ. ബിലാല് പറഞ്ഞു, വാ ത്വറബാ, ഇന്നെനിക്ക് സന്തോഷാണ്, എന്റെ സന്തോഷത്തിന്റെ ദിവസമാണ്. എല്ലാരും കരഞ്ഞപ്പോൾ ബിലാൽ ഇരുന്നിട്ട് ചിരിച്ചു. മരിക്കാൻ പോണ മനുഷ്യനെ ഇരുന്ന് ചിരിക്കുക എന്ത്? അപ്പോൾ പറഞ്ഞു, എന്നെ നിങ്ങൾ നല്ല രൂപത്തിൽ പറഞ്ഞേക്ക്, അൽഖാ മുഹമ്മദൻ വഹിസ്ബഹു, ഞാൻ എന്റെ നേതാവിനെയും സഹോദരന്മാരെയും കാണാൻ പോവുകയാണ്. ഞാൻ എന്റെ നാട്ടിലേക്ക് പോവാ. ഇവിടെ എന്റെ വിദേശ, പരലോകം എന്റെ സ്വദേശം. അല്ലെങ്കിലും കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിർ സബീൽ വഉദ്ദ നഫ്സക മിന അസ്ഹാബിൽ ഖുബൂർ. ശ്രദ്ധിക്കണം, ഹദീസിനൊക്കെ ഒന്ന് നേരമണ അർത്ഥം വെച്ചോക്കൂ. ഹദീസിനൊക്കെ നേരമണ അർത്ഥം വെച്ചോക്കൂ. ഒരാൾ ദുബായിക്ക് ജോലിക്ക് പോയി, ഗൾഫിലേക്ക് ജോലിക്ക് പോയി. അയാൾക്ക് ചെന്ന അന്ന് നോക്കാൻ തുടങ്ങും. എന്ത് ഇങ്ങോട്ട് പറയും നിങ്ങൾ? എന്തുകൊണ്ട്? അതയാളെ വിദേശവും ഇതയാളെ സ്വദേശവുമാണ്. എപ്പോഴും ഒരാൾ വിദേശത്തിൽ നിൽക്കുമ്പോ സ്വദേശത്തേക്ക് അയാൾ ആഗ്രഹിക്കും. എപ്പോഴും പോവുക, എത്രത്തോളം പറഞ്ഞാല് ജിദ്ദ എയർപോർട്ടിലുണ്ട്. അവസാനം എമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് ഒരു മണിക്കൂർ ഒരു ഇരുത്തം, അതൊക്കെ ഒരു കൊല്ലത്തിന്റെ ആയുസ് തോന്നും. ആ ഒരു ഇരുത്തം, എന്താ ഫ്ലൈറ്റ് ഇന്ന്, അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ തന്നെയാണെന്നൊക്കെ തോന്നും. ഫ്ലൈറ്റ് അതിന്റെ കൃത്യമായി വരുന്നുണ്ടാവും. ഒരു 10 മിനിറ്റിനൊക്കെയാണ് നേരം തോന്നും. ചിന്തിക്കാം. ഇനി നേരെ എന്തെങ്കിലും തിരിച്ചിട്ടാണ്, ദുനിയാവിനെ നീ വിദേശമായി കാണുക. സ്വഹീഹുൽ ബുഖാരി, ഹബീബായ നബി പഠിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവിടെ വന്ന് ബോധമുള്ള സമയം മുതൽ പിന്നെ ഡേറ്റ് നോക്കുക. നാട്ടിൽ പോകണല്ലോ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഗൾഫ് പോയ ആളുകളെ സ്വഭാവം എന്താ? ഏത് ഭംഗിയുള്ള ഒരു സാധനം കണ്ടാലും അത് വാങ്ങിയിട്ട് വെട്ടിക്കൊണ്ടു. എന്ത് കിട്ടിയാലും ഇവിടെ വെട്ടിക്കൊണ്ടു. എന്തിന്? ചിലപ്പോൾ 30 കിലോ പോണ്ടത് ആണെങ്കിൽ 130 കിലോ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടാവും. പിന്നെ അവസാനമുള്ള ഡ്യൂട്ടിയൊക്കെ കെട്ടി കൊണ്ടുവരിക ചെയ്യാം. ചിലപ്പോൾ എയർപോർട്ടിൽ ഒഴിവാക്കേണ്ടി വരും ചെയ്യാം. എന്നാലും ഇതൊക്കെ കെട്ടി പാത്തു വെക്കും. എന്തിന്? കിട്ടുന്നത് മുഴുവനും ഒരുമിച്ച് കൂട്ടും. എന്റെ അറബിന്റെ വീട്ടിൽ പിള്ളേരെ കളിച്ചൊഴിവാക്കിയ കളിപ്പാട്ടം കണ്ടാലും ഇവൻ അത് തുടച്ചിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് വീട്ടിലൊക്കെ ചിന്തിക്കേ. എന്തുകൊണ്ട് അതവൻ സ്വദേശത്തേക്ക് പോകുമ്പോഴുള്ള ഒരു കുസമാനമാണ്. ഇനി ഈ ഹദീസിന്റെ മാനമൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കിയാൽ മതി. അതാ മനസ്സിലാക്കിയത്. അതാണ് കുൻ ഫിദ് ദുനിയാ
كأنك غريب أو عابر سبيل وعد نفسك من أصحاب القبور. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ, അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. പ്രഗൽഭ സൂഫിയായ ഇബ്രാഹിം തൈമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശൈആനി ഖതഅനി ലദത ദുനിയാ. ദുനിയാവൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട്, ഭാര്യയും മക്കളൊക്കെ എനിക്കുണ്ട്, പക്ഷെ രസം കിട്ടണില്ല. രണ്ട് കാര്യം എന്റെ രസം ഇല്ലാതെയാക്കി. ഏതാ രണ്ട് കാര്യം? ഒന്ന് ദിക്റുൽ മൗതി, ഒന്ന് മരിക്കണമെന്ന ബോധം. രണ്ട് അൽ വുഖൂഫ് ബൈന യദയില്ലാഹ്, അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടി വരുമല്ലോ എന്ന ചിന്ത. ഇത് രണ്ടും ശൈആനി ഖതഅനി ലദത ദുനിയാ, ദുനിയാവിന്റെ രസം മുഴുവനും അതില്ലാതെയാക്കിയെന്ന് പ്രഗൽഭ സൂഫിയായ ഇബ്രാഹിം തൈമി റളിയല്ലാഹു അൻഹു. മരണം എന്ന കാര്യം തന്നെ ഭയാനകമാണ്. മരണം എന്ന സംഗതി തന്നെ ഭയാനകമാണ്. ഭയാനകമായ രൂപത്തിലാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ സംഗതി മരിച്ചിട്ട് പിന്നെന്താവണല്ല മരണം. എന്താണ് മരണം? അത് തന്നെ അതിന്റെ മരണം ഖുർആൻ പറഞ്ഞ നിങ്ങൾ നോക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കേട്ടോളൂട്ടോ എത്ര ആയത്. വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد وقال قرينه هذا ما لدي عتيد. സൂറത്ത് ഖാഫ്, സൂറത്ത് ഖാഫ്. എന്തൊരു അവതരണമാണ് അവിടെയൊക്കെ പറയുന്നത്, എന്തൊരു അവതരണം. അല്ലാഹു പറയാ വജാഅത് സക്രാത്തുൽ മൗതി ബിൽ ഹഖ്, മരണത്തിന്റെ ഭയാനക വേദന തീർച്ചയായും വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, ഐഷാബി എന്നെ പറഞ്ഞിട്ടുണ്ട്, മരണം എനിക്കൊരു വിഷയമായിരുന്നില്ല. ഹബീബായ നബിയുടെ മരണം കണ്ടപ്പോഴാണ് മരണം ഗൗരവമാണെന്ന് എനിക്ക് തോന്നിയത്. ഈ ദുനിയാവിൽ ഏറ്റവും ലളിതമായി മരിച്ച ആൾ ആരുമാണ്? മുഹമ്മദ് നബിയ. തിരിയുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോളൂ, ചിന്തിക്കേ. നിങ്ങൾ ഐഷാബി പറയാണ്, എനിക്ക് മരണം എപ്പോഴും നിസ്സാരമായിരുന്നു. എന്ത് മരണം എന്ന് തോന്നിയിരുന്നു. ഞാൻ മരണത്തെ ഗൗരവമായി മനസ്സിലാക്കിയത് റസൂലുള്ളാഹി ബൈന സദ്രി വനഹരി, എന്റെ വെടിന്റെ അടിയിൽ കടന്നിട്ടാണ് മരിച്ചു പുണ്യ നബി. വയ്യ മുണ്ടാൻ വയ്യ. ഒരു മിസ്വാക്ക് വരെ നബിയെ, ആ മിസ്വാക്ക് വരെ വായിലേക്ക് കയറ്റാൻ വയ്യ പുണ്യ നബിക്ക്. മിസ്വാക്ക് ഏറ്റവും ശക്തനായ മുഹമ്മദ് നബി, ലോകം കണ്ട മഹാശക്തനാണ് മുഹമ്മദ് നബി. ആ മുഹമ്മദ് നബിക്ക് ഒരു മിസ്വാക്ക് പൊക്കാൻ വയ്യ. ആ മിസ്വാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്യുന്നവരെ വിഷമമായി. ആ മിസ്വാക്ക് വായിലേക്ക് വെക്കാൻ ഒരുങ്ങിയപ്പോ അത് നബിക്ക് ഒന്ന് കടുത്തു പോയി. അവിടുത്തെ വായിലേക്ക് വെച്ചപ്പോൾ അതിന് കുറച്ച് ഹസൂനത്ത്, കുറച്ച് ഒരം കൂടുതലുണ്ട് എന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഉലയ്യുനുലക യാ റസൂലല്ലാഹ്, ഞാനിത് മിനുസപ്പെടുത്തി തരണമെന്ന് ചോദിച്ചു. വേണമെന്ന് പറയാൻ വരെ നബിക്ക് വയ്യ. അപ്പോൾ തലോണ്ടൊന്നും ഇങ്ങനെ കാണിച്ചു. എന്റെ ഇവിടെ ഇരുന്നു കടന്നിരുന്നത്, എന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചാരി കിടക്കായിരുന്നു. മിസ്വാക്കൊണ്ട് മയപ്പെടുത്തിക്കൊണ്ടാന്ന് പറയാൻ നബിക്ക് വയ്യ. അപ്പോൾ ഞാൻ എന്റെ വായ കൊണ്ട് കടിച്ചിട്ട് ഹബീബായ നബിക്ക് മിസ്വാക്ക് ശരിപ്പെടുത്തിയിട്ട് ഹബീബായ നബിയുടെ വായിൽ വെച്ച് കൊടുത്തു. എന്നിട്ടോ ഹബീബായ നബി അപ്പോഴത്തിന് തൊട്ടടുത്തൊരു പാത്രത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. ആ പാത്രത്തിലേക്ക് പുണ്യ നബി അങ്ങോട്ട് കൈയിട്ടു. എന്നിട്ട് ആ പാത്രത്തിൽ നിന്ന് കൈ എടുത്തിട്ട് ഹബീബായ നബി മുഖത്തേക്ക് കൈ കൊണ്ടുവന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർ-റഫീഖൽ അലാ എന്ന് പറഞ്ഞു തീർന്നു. ഫമാലത് യദുഹു, കൈയട് വീണുപോയി. പറഞ്ഞിട്ടേ ഉള്ളൂ, കൈ അങ്ങോട്ട് വീണുപോയി. ഞാൻ എന്റെ വേദന കണ്ടവനാ. എന്നോട് മിണ്ടാൻ വരെ പുണ്യ നബിക്ക് കഴിയുമായിരുന്നില്ല.
ആ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം കണ്ടപ്പോഴാണ് മരണം ഭയാനകമാണെന്ന് എനിക്ക് തോന്നിയത്. ഗൗരവമായി നമ്മൾ ചിന്തിക്കണം, തമാശയാക്കരുത്, തമാശയായി കാണരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്തൊരു വാക്കാണ് അവിടെ ഖുർആൻ പറഞ്ഞത്. ഉറപ്പായിട്ടും മരണത്തിന്റെ ഭയാനക വേദന വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് വരും. ജനിച്ചിട്ടുണ്ടോ മരിക്കേണ്ടി വരും, ജനിച്ചിട്ടുണ്ടോ മരിക്കേണ്ടി വരും. മലക്ക് അവനോട് വന്ന് പറയും, എടോ നീ ഇതിൽ നിന്നല്ലേ ഒഴിഞ്ഞു മാറി നടന്നിരുന്നത്, അതാ ഞാൻ വന്നിരിക്കുന്നു എന്ന് മരണം കൊണ്ടുവന്ന മലക്ക് പറയുമെന്ന് വിശുദ്ധ ഖുർആൻ. അതാണ് അല്ലാഹു പറഞ്ഞത്. സക്രാത്തുൽ മൗതി ബിൽ ഹഖ്. അല്ലാഹുവേ ഹവ്വിൻ അലൈനാ സക്രാത്തിൽ മൗത്ത് എന്ന ദുആ ചെയ്യൽ സുന്നത്താണ്. ഹവ്വിൻ അലൈനാ സക്രാത്തിൽ മൗത്ത്, മനസ്സിലായില്ലേ? അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സക്രാത്തിൽ മൗത്ത്. അല്ലാഹുവേ മരണത്തിന്റെ ഗൗരവം ഞങ്ങൾക്ക് നീ കുറച്ചു തരണേ. അല്ലാഹു തആല നമുക്ക് കുറച്ചു തരട്ടെ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സക്രാത്തിൽ മൗത്ത്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം, കുറച്ച് ദുആ ഉണ്ട്, ആ ഭാഗത്തേക്ക് ഞാൻ വരാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു എളുപ്പത്തിൽ റാഹത്തിൽ മരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. സക്രാത്തുൽ മൗതി ബിൽ ഹഖ് ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد. അന്ത്യനാളിൽ ഒരു തൊളിക്കാരന്റെയും ഒരു കിതാബ് എടുക്കുന്നവന്റെയും കൂട്ടത്തിൽ അവൻ വരികയും ചെയ്യും. ഇവരെല്ലാം, ഈ മലക്കുകളെല്ലാം അവനോട് അതാത് ഘട്ടങ്ങളിൽ പറയും, ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഇങ്ങനെ ഒരു രംഗമുണ്ടാകുമെന്ന് നീ അശ്രദ്ധനായിരുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ അവസരം ഉണ്ടാവും, ഒരിക്കൽ ഉണ്ടാവും, മരണം ഉണ്ടാകും, അതിന് ഭയാനകമായ വേദനയുണ്ടാകും എന്ന കാര്യം നീ മറന്നവനായിരുന്നു. അനിബ്നു അബ്ബാസിൻ അനിൻ നബി حبيب رسول الله لما تغشاه الموت جعل يمسح العرق عن وجهه ويقول حبيبായ നബിയുടെ മരണവേദന പുണ്യ നബി പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ഇന്ന ലിൽ മൗതി ലസകറാത്ത്. സ്വഹീഹ് മുസ്ലിം. പുണ്യ നബി പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റിത്തടന്ന് വിയർപ്പ് ഇങ്ങനെ വടിക്കുക. എന്നിട്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ഇന്ന ലിൽ മൗതി ലസകറാത്ത്. ഭയാനകമായ വേദനയാണ് മരണത്തിന്റെ. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? മരിക്കണ നേരത്തെ ആര് പറഞ്ഞു? പുണ്യ നബി. കേട്ടോളൂ, അബൂ നുഐം തങ്ങൾ തന്റെ ഹില്യത്തിൽ രേഖപ്പെടുത്തിയ വേറൊരു ഹദീസ്, അൻവായിലത ഖാല ഖാല റസൂലുള്ളാഹി വല്ലദീ നഫ്സി ബിയദിഹി ലമുആയനതു മലക്കിൽ മൗതി അസദ്ദു മിൻ അൽഫി ലർബത്തിൻ ബിസൈഫി. അമ്മ മരക്കിനെ കണ്ടുമുട്ടുന്നുള്ള ആ നേരം 1000 വാളുകൊണ്ടുള്ള വെട്ടിനേക്കാൾ ശക്തമാണ്. ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലമുആയനതു മലക്കിൽ മൗതി അസദ്ദു മിൻ അൽഫി ലർബത്തിൻ ബിസൈഫി. 1000 വെട്ടുകൊള്ളുക, ഒരാൾ വാളുകൊണ്ട് 1000 വെട്ട് ഒരുമിച്ച് കൊള്ളുന്നതിനേക്കാൾ അത് ശക്തമാണ്. ഖാല റസൂലുള്ളാഹി. നോക്കൂ, അനസ് ബിൻ മാലിക് ഖാല ഖാല റസൂലുള്ളാഹി ഇന്നൽ മലായികത തഹ്ബിസ് ബനി ആദം ലൗലാ ദാലിക ലകാന യഅദു ഫിസ് സഹാറാ. മരിക്കണ നേരത്തെ മലക്കുകൾ പിടിച്ചു വെച്ചതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ മനുഷ്യരോടും. മിൻ ശിദ്ദത്തി സക്രാത്തിൽ മൗതി, മരണത്തിന്റെ ഭയാനകര കാരണം മനുഷ്യർ ഓടുമെന്ന് ഖാല റസൂലുള്ളാഹി. ചിന്തിക്കണം. അൻ ശഹരി ബിൻ ഹുശബിൻ ഖാല സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അനിൽ മൗതി വശിദ്ദതിഹി, മരണത്തിന്റെയും അതിന്റെ ഭയാനകതയും കുറിച്ച് ചോദിക്കപ്പെട്ടു. ഖാല, അപ്പോൾ പുണ്യ നബി പറഞ്ഞു, ഇന്നഹുവനൽ മൗതി ബിമൻസിലതി ഹസകത്തിൻ കാനത് ഫീ സൂഫിൻ ഫഹൽ തഖ്റുജു ലഹസകതു മിനസ് സൂഫി ഇല്ലാ വമഅഹാ സൂഫ്. ഖുർആൻ പറഞ്ഞല്ലോ, വന്നാസിഅതി ഖർഖാ.
ഒന്നിടോടി കഥ ഞാൻ പറഞ്ഞത്. വന്നാസിആതി ഗർഖാ വന്നാശിതാതി നശ്താ വസ്സാബിഹാതി സബ്ഹാ ഫസ്സാബിഖാതി സബ്ഖാ ഫൽമുദബ്ബിറാതി അംറാ. പ്രശ്നം എന്താണ് പറഞ്ഞതിന്റെ ഒക്കെ ഒരു അർത്ഥം? വന്നാസിആതി ഗർഖാ, ഉള്ളിലേക്ക് അങ്ങോട്ട് മുങ്ങിട്ട് ചീന്തി അങ്ങോട്ട് എടുക്കുക. ഹബീബായ നബി ചോദിച്ചു, നബിയെ മരണത്തിനെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഹബീബായ നബി പറഞ്ഞു, ഹസക്കത്ത്. ഹസക്കത്ത് എന്നാൽ ഒരുപാട് മുള്ളുള്ള ഒരു ഇരുമ്പിന്റെ ദണ്ട്. ഒരുപാട് മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് എന്താ പറയാ, മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഒരുപാട് മുള്ളുള്ള ഒരു ഇരുമ്പിന്റെ ദണ്ട്, ഒരുപാട് മുള്ളുണ്ട്. അതിനെ ഒരു മബ്ലൂലിൽ ഒരു നനഞ്ഞ ഒരു രോമം ആ കൂട്ടത്തിലേക്ക് അതിനങ്ങോട്ട് ഇറക്കി വെച്ചു. എന്നിട്ട് പിന്നെ അതിനങ്ങോട്ട് അതിനുള്ളിൽ പറിച്ചു. എന്നാൽ എങ്ങനെയായിരിക്കും? അതാണ് മരണമെന്ന് ഖാല റസൂലുള്ളാഹി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചിന്തിക്കും. വഫാത്ത് ഹാജരായപ്പോൾ മകൻ ചെന്നിട്ട് ചോദിച്ചു, യാ അബതാ ഇന്നക തഖൂലു ലനാ ലൈതനി കുൻതു അൽഖാ റജുലൻ ആഖിലൻ ലബീബൻ ഇൻദ നുസൂലിൽ മൗതി ഹത്താ യസിഫ ലി മാ യജിദു. നല്ല ബോധം നഷ്ടപ്പെടാത്ത ഒരാള് എനിക്ക് കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു. അംർ ഇബ്നുൽ ആസ് സാധാരണ പറയാറുണ്ടായിരുന്നു, നല്ല ബോധത്തിലുള്ള ഒരാളോടാണെങ്കിൽ എനിക്ക് മരണത്തിന്റെ വേദന മരിക്കുന്ന നേരത്തെ ഒന്ന് ചോദിക്കാമായിരുന്നു, അങ്ങനത്തെ ഒരാളെ കിട്ടിയാൽ തിരക്കടില്ലായിരുന്നു എന്ന് എപ്പോഴും അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. പ്രഗൽഭ സ്വഹാബിയ, ഹബീബായ നബിയുടെ ഖലീഫമാരിൽ പുണ്യ നബിയുടെ ഉമറാക്കളിൽ ഒരാളാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മരണമാസന്നമായപ്പോ മക്കൾ പോയി പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ വാപ്പാ, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ട്? ഫഖാല, അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, കഅന്ന ഗസ്ന ശൗകിൻ തുജ്ദബു മിൻ ഖദമി ഇലാ ഹാമതി. ഒരു മുള്ളുള്ള ഒരു സാധനം എന്റെ പെരുവിരൽ വരെ മൂർത്താവ് വരെ അങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട്. ആര് പറഞ്ഞു? പ്രഗൽഭ സ്വഹാബിയായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ചിന്തിക്കണം. എന്താണ് ഒരു സംഭവം കൂടി പറയാം. ഇമാം ഇബ്നു അബീ ശൈബ തങ്ങൾ, ഇമാം ബുഖാരി തങ്ങളെ ഉസ്താദായ ഇബ്നു അബീ ശൈബ തങ്ങൾ തന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ്, അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ ഖാല ഖാല റസൂലുള്ളാഹി. ശ്രദ്ധിക്കണം, നല്ല രസമുള്ള സംഭവം. ഹബീബായ നബി ഒരിക്കൽ പറഞ്ഞു, തഹദ്ദസു അൻ ബനി ഇസ്രായീൽ ഫഇന്നഹു കാനത് ഫീഹിം അജീബ്. ഇസ്രായേലികളുടെ കുറച്ച് കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പഴയ കാലത്ത് അവരെ കാലത്തൊക്കെ വലിയ അത്ഭുതങ്ങൾ ഇടക്കിടക്ക് ഉണ്ടാകുമായിരുന്നു. അവരെ നബിമാരൊന്നും വയറു പറഞ്ഞാൽ തലേ കയറൂല. അപ്പോൾ പിന്നെ അത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധി ആ ജനതക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് അള്ളാഹു തആല അത്ഭുതങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് കാണിച്ചു കൊടുക്കും. എന്തിന്? അവർക്കൊന്ന് ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പുണ്യനബി, സർവ്വലോക രക്ഷിതാവേ എന്റെ ദോഷങ്ങളൊക്കെ പുറത്തേരണേ എന്നാ അതിന്റെ അർത്ഥം. മനസ്സറിഞ്ഞ് ഒരു ദിക്ർ അതിന്റെ അർത്ഥം അറിഞ്ഞാണ് മനസ്സിലാക്കി. നമ്മൾ അല്ലാഹുവിന്റെ കോടതിയിൽ പോകേണ്ടവരാ, രക്ഷപ്പെടണ്ടേ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ചിന്തിക്ക്. ഹബീബായ നബി പറഞ്ഞു, ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ആ പ്രവാചകൻ തന്റെ ജനതയോട് മരണത്തിനെ പറ്റി വയലു പറഞ്ഞു. എന്നിട്ടും ആ ജനതക്ക് വേണ്ടത്ര അതൊന്നും തലേ കയറിയില്ല. അപ്പോൾ പിന്നെ ആ പ്രവാചകൻ ആ ജനതയെ ഒരു പള്ളിപ്പറമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, ഒരു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ടെങ്കിലും ഈ കൗമ നന്നായാലോ എന്ന് വിചാരിച്ച് ശ്മശാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവർ എന്ത് ചെയ്തു? എന്നിട്ട് ആ പ്രവാചകൻ അവരോട് 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് നമുക്കൊന്ന് കൂട്ടുപ്രാർത്ഥന നടത്താം. ഈ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒന്ന് ഹയാത്തായിട്ട് മരണത്തിന്റെ വേദനയെ പറ്റി നമ്മളോടൊന്ന് പറഞ്ഞു തരട്ടെ, എന്നാലെങ്കിലും നിങ്ങളൊന്ന് നന്നാവുമല്ലോ എന്ന് ഈ പ്രവാചകൻ പറഞ്ഞു. നല്ലോണം രസിപ്പിക്കണ സംഭവം. ഹബീബായ നബി പറയാ, ഇബ്നു അബീ ശൈബ തങ്ങൾ തന്റെ ഇമാം ബുഖാരിയുടെ ഉസ്താദായ ഇബ്നു അബീ ശൈബ തങ്ങൾ തന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തിയ പ്രഗൽഭമായ ഹദീസ്, ഹബീബായ റസൂലുള്ളാഹി പറയാ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ ആ പ്രവാചകൻ തന്റെ ജനങ്ങളെ കൊണ്ട് 2 റക്അത്ത് നിസ്കരിപ്പിച്ചു. എന്നിട്ട് അവര് അള്ളാഹിനോട് ദുആയിരുന്നു, അല്ലാഹുവേ അഖ്രിജ് ലനാ ബഅലൽ അംവാത് ഹത്താ യുഖ്ബിറനാ അനിൽ മൗതി.
അള്ളാഹുവേ ഈ കൂട്ടത്തിന് മരിച്ചടക്കണ ഏതെങ്കിലും ഒരാളെ ഞങ്ങൾക്കൊന്ന് ഹയാത്തായിക്കൊണ്ട് അയാൾ ഞങ്ങൾ മരണത്തിനെ പറ്റി ഒന്ന് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞ് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അങ്ങനെ അവർ ചെയ്തു. ഇപ്പൊ ബൈനമാവും കദാലിക ദ്വാരൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കുറച്ചേരം അവിടെ ഇരുന്നു. ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഒരു ഖബറിന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒരാൾ ഇങ്ങനെ അയാളുടെ മണ്ണൊക്കെ മാന്തി പൊട്ടിച്ചിട്ട് ഫഖറജ റജുലുൻ ഒരാൾ ഖബറിന്ന് പുറത്തിയാടി. അസ്വദുൽ ലൗനി നല്ല കറുകറുത്ത ഒരാൾ. സുജൂദിന്റെ അടയാളുണ്ട്, അവിടെ മാത്രം ഒരു വെളുപ്പ് കാണുന്നുണ്ട്, ബാക്കി സ്ഥലത്ത് മുഴുവനും അയാൾ കറുത്തൊരു മനുഷ്യനാണ്. അങ്ങനത്തെ ഒരാൾ പുറത്തിയാടി. അപ്പോഴത്തിന് ആളുകൾ അയാളെ ചുറ്റും കൂടി. മരിച്ച ഒരാൾ ഇറങ്ങി വന്നതാണ്, അയാളുടെ ചുറ്റും കൂടി. ആളുകൾ അയാൾ ചോദിച്ചു, യാ ഹൗലായി മനുഷ്യന്മാരെ, മാറത്തുമിലയ്യ, എന്തിനു വേണ്ടി ഞങ്ങൾ എന്നെ വിളിച്ചത്? എന്നെ ആള് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എന്നെ പുറത്തേക്ക് ഇട്ടതാണ്, എന്തെന്റെ എന്നെ കൊണ്ടുള്ള ആവശ്യം എന്ന് വെച്ചു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, മരണത്തിനെ പറ്റി പഠിപ്പിക്കാൻ വേണ്ടി റബ്ബിനോട് മരണത്തിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ, നേരിട്ട് മനസ്സിലാക്കാൻ ഒരാൾ അയച്ചു തരണമെന്ന് റബ്ബിനോട് ഞങ്ങൾ ദുആ ചെയ്തിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്, ഒന്ന് മരണത്തിനെ പറ്റി പറഞ്ഞു തരുന്നു. ഫഖാല, അയാൾ പറഞ്ഞു, ലഖദ് മിത്തും മുൻദു മിഅതി സന, ഞാൻ 100 കൊല്ലം മുമ്പ് മരിച്ചു പോയ ആളാണ്. ഫമാ സകനത അന്നി മിറാറത്തുൽ മൗതി, ഇപ്പോഴാ വേദന എന്റെ ഇവിടുന്നാണ്ട് പോയിട്ടില്ല. എത്ര കൊല്ലായി? 100 കൊല്ലായി. ഹബീബായ നബി പറയുന്നുണ്ട്, വേറൊരു ഹദീസ് കേട്ടോ, റഹ്മത്തുള്ള പറയല്ല, വേറൊരു ഹദീസ് കേട്ടോ, ഇന്ന മിറാറത്തൽ മൗതി യുഗ്ലമു ബിഹിൽ മയ്യിതു ഹത്താ യുബഅസു ഇലൽ ഖിയാമ. മരണവേദന, മയ്യത്തിന് മരണവേദന അന്ത്യനാൾ വരെ ഉണ്ടാവും. മനസ്സിലാവണില്ല നിങ്ങൾക്ക്? ശ്രദ്ധിക്കണുണ്ടോ? അതായത് ഖബറിൽ കിടക്കുന്ന അന്ന് മുതൽ ഈ റൂഹ വേദന അനുഭവിക്കും. ശരീരമൊക്കെ മണ്ണിൽ പോയിട്ടുണ്ടാവും, പക്ഷെ ആത്മാവ വേദന അനുഭവിക്കും. ഏതുവരെ? അന്ത്യനാൾ വരെ വേദന ഉണ്ടാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ പഠിച്ചോന്നെ. അത്രയും ഭയാനകമാണ് ആ വേദന. എന്തിനാ അതൊക്കെ പറയണം? ബഹുമാനപ്പെട്ട സയ്യിദുനാ സാം അലൈഹിസ്സലാത്തു വസ്സലാം ഈസാ നബി സാമിനെ ജീവിപ്പിച്ചു. സാമിനോട് സലാം പറഞ്ഞു. സാമേ, ഞങ്ങൾക്ക് വല്ല ഉപദേശം തരാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സാം പറഞ്ഞു, ഞാൻ 1000കണക്കിന് കൊല്ലം മുമ്പ് മരിച്ചുപോയ ആളാണ്, ഇപ്പോഴും വേദന ഇവിടുന്ന് പോയിട്ടില്ല എന്ന് സാം പറഞ്ഞുവെന്ന് ഖാല റസൂലുള്ളാഹി. ഹബീബായ നബി പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. അതാണ് മരണം. ഞാൻ വിശദീകരിക്കുന്നില്ല. അനസ് ബിൻ മാലിക് ഖാല റസൂലുള്ളാഹി ഇന്നൽ അബ്ദ ലയുആലജു കർബുൽ മൗതി വസകറാത്തുൽ മൗതി ഹത്താ ഇന്ന മഫാസിലഹു ലയുസല്ലിമു ബഅലുഹാ അലാ ബഅലിൻ തഖൂലു അലൈക്കസ്സലാം തുഫാരിഖുനി വഅന ഉഫാരിഖുക ഇലാ യൗമിൽ ഖിയാമ. റൂഹ് എങ്ങനെ പൊങ്ങുന്നതിനനുസരിച്ച് പിടുത്തം കൂടും. മലക്കും മനുഷ്യൻ പിടുത്തം കൂടും. കല്ലാ ഇദാ ബലഗത്തിത് തറാഖിയ വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق والتفت الساق بالساق. കാലിലേക്ക് ഇങ്ങനെ ഉരസും. കണ്ടിട്ടില്ലേ നമ്മൾ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്ന? എന്ത് പഴയ കാലത്തൊന്നും ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ കോഴിനെ ഇറക്കുന്നത് ആരും കാണാറില്ല. ഈ മറ്റേ കോഴി ആയതുകൊണ്ട് കോഴിനെ ഇറക്കുന്നതോടുകൂടെ ജഹന്നമിലേക്ക് താഴ്ത്താണ് കോഴിനെ. എത്ര വലിയ തിന്മയാണ് മനുഷ്യന്മാര്. ഈ കോഴിക്കൊരു മരിക്കാനും സുഖം കൊടുക്കണില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ തുടങ്ങിയതാണ്. കോഴിയെ ഇല്ലേ? അങ്ങനെയല്ലേ? അതൊക്കെ വലിയ തിന്മയാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു ജീവിക്ക് മരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായി കൊടുക്കുക. ഒരു കോഴിയെ അറുത്തിട്ട് അതിനേക്കാൾ വലിയൊരു ജഹന്നമിലേക്ക് ഒറ്റയിടൽ.